സഭാവാർത്തകളുമായി കാത്തലിക് വോക്സ് ന്യൂസിന്റെ വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻസി അഗസ്റ്റിൻ. പ്രധാന വാർത്തകൾ. വർഷങ്ങൾക്ക് മുൻപ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചികിത്സയ്ക്കെത്തിയ അതേ മുറിയിൽ വീണ്ടും ഫ്രാൻസിസ് പാപ്പ. മരിച്ചിട്ടും മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻ സ്വാമി വിമർശിച്ച് കേന്ദ്ര സർക്കാർ. കോവിഡ് കാലത്ത് പ്രത്യാശയുടെ സന്ദേശവുമായി ഫാദർ വിക്ടർ എവരിസ്റ്റസിന്റെ മനോഹര ഗാനം. ആദിയുമന്തവുമായവനേ അഖില ചരാചരനേ. വർഷങ്ങൾക്ക് മുൻപ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചികിത്സയ്ക്കെത്തിയ അതേ മുറിയിൽ വീണ്ടും ഫ്രാൻസിസ് പാപ്പ. വൻകുടലിനെ ബാധിച്ച ഡിവർട്ടിക്കുലർ സ്റ്റെനോസിസ് എന്ന രോഗത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷമാണ് ഫ്രാൻസിസ് പാപ്പ ജോൺ പോൾ പാപ്പ ചികിത്സയ്ക്കെത്തിയ അതേ മുറിയിൽ അവിചാരിതമായി ചികിത്സയ്ക്കെത്തിയത്. ഫ്രാൻസിസ് പാപ്പ സുഖം പ്രാപിക്കുന്നു. റോമിലെ ഏറ്റവും ഉയർന്ന കുന്നിൻ പ്രദേശമായ മോണ്ടെ മാരിയോയിലാണ് വിശാലമായ ജെമല്ലി യൂണിവേഴ്സിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഫ്രാൻസിസ് പാപ്പ ചികിത്സയ്ക്കായി എത്തിയത്. 1981 വധശ്രമത്തിന്റെ ഭാഗമായി വെടിയേറ്റപ്പോഴും 92 വൻകുടലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചികിത്സയിലായിരുന്നത് ഇതേ മുറിയിലാണ്. 5 വലിയ ജനാലകളും വെളുത്ത നിറമുള്ള ജനാലമറകളും ഉള്ള കാരണത്താൽ ഫ്രാൻസിസ് പാപ്പയുടെ മെഡിക്കൽ സ്വീറ്റ് റോഡിൽ നിന്നുകൊണ്ട് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും. പാപ്പ പദവിയിലായിരുന്ന കാലത്തോളം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചികിത്സയിലായിരുന്ന ജെമല്ലി യൂണിവേഴ്സിറ്റി ആശുപത്രിയുടെ 10ാം നിലയിൽ പാപ്പമാരുടെ അടിയന്തര ചികിത്സയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ള അതേ മുറിയിൽ തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയും സുഖം പ്രാപിച്ചു വരുന്നത്. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്ന 25 വർഷ കാലയളവിൽ നിരവധി പ്രാവശ്യമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ 3ാം വത്തിക്കാൻ എന്നാണ് ജെമല്ലി ആശുപത്രിയെ വിശുദ്ധൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വത്തിക്കാൻ സിറ്റിയും പാപ്പയുടെ വേനൽക്കാല വസതിയുമായ കാസ്റ്റ്യൻ ഗണ്ടോൾഫയുമാണ് 1ഉം 2ഉം വത്തിക്കാനുകൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ നിരീക്ഷണങ്ങളിൽ പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. വത്തിക്കാൻ ഡെസ്ക്, വോക്സ് ന്യൂസ്. മരിച്ചിട്ടും മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻ സ്വാമി വിമർശിച്ച് കേന്ദ്ര സർക്കാർ. ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിന്റെ ഞെട്ടലിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ന്യായീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റും തുടർ നടപടികളും നിയമപ്രകാരമാണെന്നും സ്റ്റാൻ സ്വാമി ചെയ്ത കുറ്റം ഗുരുതര സ്വഭാവമുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റിനെ തുടർന്ന് കസ്റ്റഡിയിലിരിക്കെയുണ്ടായ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന. ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങൾ ചെയ്തതുകൊണ്ടാണ് കോടതികൾ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ജാമ്യാപേക്ഷ നിരസിച്ചതെന്നും എല്ലാ നടപടികളും നിയമപ്രകാരം മാത്രമായിരുന്നുവെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചിയുടെ പ്രസ്താവന. എന്നാൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ തടങ്കൽ കാലയളവിൽ ഭീകരർക്ക് സമാനമായ വിധത്തിലാണ് NIA-യും NIA കോടതിയും അദ്ദേഹത്തോട് പെരുമാറിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം റാഞ്ചിയിൽ വച്ച് ഒക്ടോബർ 8-നാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആദിവാസികൾക്കും ദളിതർക്കുമിടയിൽ സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റാൻ സ്വാമിയെ ഭീമ കൊറേഗാവ് കലാപത്തിൽ ബന്ധമുണ്ടെന്നാരോപിച്ചാണ് അറസ്റ്റ് ചെയ്തത്. അന്നു മുതൽ മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലായിരുന്നു സ്റ്റാൻ സ്വാമി. ഇതിനിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പാർക്കിൻസൺസ് രോഗിയായതിനാൽ ഭക്ഷണപാനീയത്തിനാവശ്യമായ സ്ട്രോ പോലും ജയിൽ അധികൃതർ നിഷേധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി NIA കോടതിയിൽ എത്തിയെങ്കിലും മുടന്തൻ ന്യായങ്ങൾ നിരത്തി NIA ഇത് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ ബോംബെ ഹൈക്കോടതിയാണ് അദ്ദേഹത്തോട് അല്പമെങ്കിലും മനുഷ്യത്വം കാണിച്ചത്. ജയിലിൽ കഴിയവേ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ബോംബെ ഹൈക്കോടതി ഇടപെട്ടാണ് സ്റ്റാൻ സ്വാമിക്ക് ഹോളി ഫാമിലി ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കിയത്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ UN മനുഷ്യാവകാശ ഘടകമടക്കം നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. നാഷണൽ ഡെസ്ക്, വോക്സ് ന്യൂസ്. ദൈവജനത്തോടൊപ്പം സഭാത്മകമായി ഒന്നിച്ചു നടക്കണമെന്നും സഭയുടെ ഉപരിനന്മയ്ക്കും ഐക്യത്തിനുമായി ഒരേ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള 1999-ലെ
സിനഡ് തീരുമാനം പ്രായോഗികമാക്കുന്നതിന് വേണ്ടി യത്നിക്കണമെന്നും സീറോ മലബാർ മെത്രാന്മാരോട് ഫ്രാൻസിസ് പാപ്പ. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർക്കായി ദുഃഖറാന തിരുനാൾ ദിവസം അയച്ച കത്തിലാണ് ഈ ആഹ്വാനം. ഒരേ രീതിയിലെ ബലിയർപ്പണം സഭാശരീരത്തിനുള്ളിലെ ഐക്യവും സ്ഥിരതയും വളർത്തുമെന്ന് പാപ്പ പറഞ്ഞു. മഹാജൂബിലി വർഷത്തിന് മുൻപായി സഭ എത്തിച്ചേർന്ന ഈ സന്തോഷകരമായ തീരുമാനം വിശുദ്ധ ജോൺ പോൾ പാപ്പായ്ക്ക് ഈ സഭയിലുണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നതായി ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു. മെത്രാന്മാരുടെ കൂട്ടായ തീരുമാനത്തെ പരിശുദ്ധാത്മാവിന്റെ ഫലമായി ശാന്തവും സമാധാനപൂർവകവുമായി സ്വീകരിച്ച സഭാഘടകങ്ങളിൽ, പ്രത്യേകിച്ചും പ്രേക്ഷിത മേഖലകളിൽ ശ്രദ്ധേയമായ ഫലങ്ങളുണ്ടായതായി പാപ്പ ചൂണ്ടിക്കാട്ടി. സിനഡിന്റെ തീരുമാനം നടപ്പാക്കുന്നതിനു വേണ്ടി സഭാംഗങ്ങൾ മുഴുവനും കൂട്ടായ്മയിലും സാഹോദര്യത്തിലും ഐക്യത്തിലും ഒന്നിക്കണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. തന്റെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തുകൊണ്ടും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസേപിതാവിന്റെയും മാർത്തോമാ ശ്ലീഹായുടെയും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടുമാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ രൂപതകളിൽ കുർബാനയർപ്പണത്തിന് വ്യത്യസ്ത രീതികൾ നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് അത് ഏകീകരിക്കുന്നതിന് സിനഡ് ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. ഇതിൻ പ്രകാരം കുർബാനയുടെ പ്രാരംഭ ഭാഗവും സമാധാന ഭാഗവും ജന അഭിമുഖമായും അനഫോറ ഭാഗം അൾത്താര അഭിമുഖമായുമാണ് അർപ്പിക്കേണ്ടത്. ഈ ക്രമം എല്ലാ രൂപതകളിലും പ്രാബല്യത്തിലാക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയം സൂചിപ്പിച്ചുകൊണ്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭയിലെ മെത്രാപ്പൊലീത്തമാർക്കും മെത്രാന്മാർക്കും കത്തയച്ചിട്ടുണ്ട്. വത്തിക്കാൻ ഡെസ്ക്, വോക്സ് ന്യൂസ്. കോവിഡ് ബാധിച്ചവർക്ക് ജീവവായുവായി നിറ്റ് സമരിറ്റൻസും കാരിത്താസ് ഇന്ത്യയും. ഓക്സിജൻ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇനി നിറ്റ് സമരിറ്റൻസ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എത്തിക്കും. നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസിൽ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ ഓക്സിജൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകര രൂപതയുടെ സാമൂഹ്യ സംഘടനയായ നിറ്റ്സ് സമരിറ്റൻസ് ടാസ്ക് ഫോഴ്സും കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സംഘടനയായ കാരിത്താസ് ഇന്ത്യയും കൈകോർക്കുന്നു. കോവിഡ് ബാധിച്ച രോഗികൾക്ക് ഓക്സിജൻ ലഭിക്കാൻ വൈകിയാൽ ഇനി നിറ്റ്സ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എത്തിച്ചു നൽകും. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ മാത്രമുള്ള സംവിധാനം കാരിത്താസ് ഇന്ത്യയുടെ ഡയറക്ടർ ഫാദർ പോൾ മൂഞ്ഞേലിയുടെ ഇടപെടലിലൂടെയാണ് നിറ്റ്സ് സമരിറ്റൻസ് ടാസ്ക് ഫോഴ്സിന് ലഭ്യമാക്കിയത്. കൂടാതെ നെയ്യാറ്റിൻകര രൂപതയിലെ 11 ഫെറോനകളെയും ഉൾപ്പെടുത്തി ഡിസാസ്റ്റർ ക്ലിനിക് കോവിഡ് സപ്പോർട്ട് ഇൻഫർമേഷൻ സെന്ററിനും തുടക്കം കുറിച്ചു. കാരിത്താസ് ഇന്ത്യയുടെ റിസ്ക് റിഡക്ഷൻ പ്രോജക്റ്റിന്റെ ഭാഗമാണ് പദ്ധതി. നെയ്യാറ്റിൻകര രൂപത ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഓക്സിജൻ കോൺസെൻട്രേറ്റ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെ. നമുക്ക് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം കൃത്യമായി ചെയ്യുക. ത്യാഗമനുഷ്ഠിക്കണം, കഷ്ടപ്പാട് സഹിക്കണം. നമ്മെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഈ നാട്ടിലെ, ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവ. അതുകൊണ്ട് നമുക്ക് നല്ല മനസ്സോടെ, ത്യാഗബുദ്ധിയോടെ കോവിഡ് ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും ഡിസാസ്റ്റർ ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങളും ഓക്സിജൻ കോൺസെൻട്രേറ്റ് സംവിധാനവും വിജയകരമായി നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. നിറ്റ്സ് പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ്, നിറ്റ്സ് ഡയറക്ടർ ഫാദർ രാഹുൽ ബി ആൻഡോ, കാരിത്താസ് ഇന്ത്യ നെയ്യാറ്റിൻകര രൂപത കോർഡിനേറ്റർ ശ്രീ ബിജു ആന്റണി, വ്ളാത്താങ്കര മേഖല ആനിമേറ്റർ ഷൈല മാർക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വോക്സ് ന്യൂസ് ബ്യൂറോ, നെയ്യാറ്റിൻകര. കോവിഡ് കാലത്ത് പ്രത്യാശയുടെ സന്ദേശവുമായി ഫാദർ വിക്ടർ എവരിസ്റ്റസിന്റെ മനോഹര ഗാനം. ക്രിസ്ത്യൻ സംഗീത ലോകത്തെ നിരവധി ഗായകർ അണിനിരക്കുന്ന ഗാനത്തിന് ആമുഖം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് ആണ്. ആദിയുമന്തവുമായവനേ, അഖില ചരാചരനേ, അലയടിച്ചുയരുമീ മാറി തന്നടുവിൽ ഉടൽ മുഴുവൻ പ്രതിഭയലയനം, അതിരുകളില്ലാതെ പടരുകയായി തടയിടുവാനായി നീ വരണേ. അവനിയിലാകെ തപസിൻ മൗനം, അധരം മുഴുവൻ തപസിൻ മന്ത്രം. കോവിഡ് കാലത്ത് അതിജീവനത്തിന്റെ പാത തുറക്കുകയാണ് ഫാദർ വിക്ടർ എവരിസ്റ്റസിന്റെ ജീവാമൃതം. ക്രിസ്തീയ സംഗീത ശാഖയിലെ പ്രമുഖർ അണിനിരക്കുന്ന ഗാനം
ബെന്നി മോഹൻ സംഗീതം നിർവഹിച്ചിരിക്കുന്നു. വിൽസൺ പിറവത്തിൽ തുടങ്ങി എലിസബത്ത് രാജ് ഉൾപ്പെടെ 22 ഗായകർ ഗാനത്തിൽ അണിചേരുന്നു. വിജനമീ വീതിയിൽ ധീരരായി മുന്നേറിടാ കലമരുവായി ജനമൊഴിയുന്നു, ഭൂമിനിഴലായി കളിയാടുന്നു. ഗാനത്തിന്റെ രചനയും നിർമ്മാണവും വിക്ടർ അച്ഛൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ആദിയും അന്തവുമായവനെ എന്ന് തുടങ്ങുന്ന ഗാനം വരികളുടെ പ്രത്യേകത കൊണ്ടുതന്നെ സംഗീതപ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഭൂമുഖം ഭീതിയാൽ ഭോജനം ചെയ്യുന്നു, രോദനം നാടെങ്ങും നിരന്തരം മുഴങ്ങുന്നു. ഓക്സ് ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കത്തോലിക്ക സഭാ വാർത്തകളുമായുള്ള വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വാർത്തകളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്കോ ഇമെയിലിലേക്കോ അയയ്ക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 6235871802. ഇമെയിൽ voxnj@gmail.com. കത്തോലിക്ക സഭാ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.